നമസ്തേ. കേരള പാഠാവലിയിലെ സഞ്ചാരത്തിനിടയിൽ എന്ന 4ാമത്തെ യൂണിറ്റിലെ മയിൽപീലി സ്പർശം എന്ന 1ാമത്തെ പാഠമാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും വായിച്ചാസ്വദിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ലഘു നോവല് കൂടിയാണിത്. സിംഹവും മുയലും ആനയും കടുവയുമെല്ലാം തിങ്ങിപ്പാർക്കുന്ന ഒരു കാടാണ് ഈ കഥയിലെ പശ്ചാത്തലം. ഒരേ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നുവെങ്കിലും അവയെല്ലാം പരസ്പരം കാണുകയോ സ്നേഹിക്കുകയോ ഉള്ളിലെ സ്നേഹം തിരിച്ചറിയുകയോ ചെയ്തിരുന്നില്ല. അവരെയെല്ലാം സ്നേഹത്തിൻ്റെ നൂലിഴ കൊണ്ട് ചേർത്തു നിർത്തി ഒരു മുയൽക്കുട്ടൻ. എല്ലാ വേർതിരിവുകളെയും ഇല്ലാതാക്കാൻ സ്നേഹത്തിന് കഴിയും എന്നാണ് ഈ കഥയുടെ സാരാംശം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് എഴുത്തുകാരിയെ പരിചയപ്പെടാം. അഷിത ആധുനിക സ്ത്രീ കഥാകൃത്തുക്കളിൽ പ്രമുഖ. 1956 തൃശൂർ ജില്ലയിലെ പഴയന്നൂരിൽ ജനിച്ചു. ഡൽഹി, മുംബൈ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടി. വിസ്മയ ചിഹ്നങ്ങൾ, അപൂർണ വിരാമങ്ങൾ, അഷിതയുടെ കഥകൾ, മഴമേഘങ്ങൾ, ശിവേന സഹനർത്തനം, വചനം കവിതകൾ, പുഷ്കിൻ കവിതകളുടെ വിവർത്തനം എന്നിവയാണ് പ്രധാന കൃതികൾ. ഇടശ്ശേരി അവാർഡ്, അങ്കണം അവാർഡ്, തോപ്പിൽ രവി ഫൗണ്ടേഷൻ അവാർഡ് എന്നിവ ലഭിച്ചു. ലളിതാംബിക അന്തർജനം സ്മാരക സമിതിയുടെ യുവ സാഹിത്യകാരിക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2019 അന്തരിച്ചു. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. മയിൽപീലി സ്പർശം. രാത്രിയുടെ ഏതോ യാമത്തിൽ, യാമം എന്നാൽ 3 മണിക്കൂർ കൂടുന്ന സമയം, തുറന്ന ജനലിലൂടെ ഒഴുകിപ്പരന്ന നിലാവിലൂടെ പാറിപ്പറന്ന് ആ മയിൽപീലി വീണ്ടും ഉണ്ണിമായയുടെ അടുത്തെത്തി. ഉറങ്ങാതെ കിടക്കുന്ന ഉണ്ണിമായയുടെ നെറുകയിൽ ആരോ കൊടുക്കാൻ മറന്നുപോയ ഒരു ഉമ്മ പോലെ അത് ഒന്ന് സ്പർശിച്ചു. മധുരമായ സ്വരത്തിൽ ആരോ അവളുടെ കാതിൽ മന്ത്രിച്ചു, ഉണ്ണിമായയ്ക്ക് ഉറങ്ങാൻ ഒരു കഥ പറഞ്ഞു തരാം. ഉണ്ണിമായ പ്രത്യാശയോടെ മയിൽപീലിയെ നോക്കി. മയിൽപീലി കണ്ണിൽ നിന്ന് കരുണാകുലമായ ഒരു നോട്ടം നീണ്ടുവന്ന് അവളെ തൊട്ടു. കരുണാകുലം, കരുണ നിറഞ്ഞ. ആരോ പറഞ്ഞു തുടങ്ങി, ഒരു കാട്ടിൽ കാടിനെ പലതായി ഭാഗിച്ചു പലമാതിരി മൃഗങ്ങൾ താമസിച്ചിരുന്നു. ആനകളെല്ലാം തെക്കേ അറ്റത്ത്, സിംഹങ്ങളെല്ലാം വടക്കേ അറ്റത്ത്, മാനുകളും മുയലുകളും ആടുകളും കിഴക്കുവശത്ത്, കരടി, ചെന്നായ് എല്ലാം പടിഞ്ഞാറും. കാടിൻ്റെ ഒത്ത നടുവിൽ സൗഹൃദം എന്ന തടാകം ഉണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും ആ സൗഹൃദ തടാകത്തിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. ആനകളുടെ എല്ലാം രാജാവ് വലിയ ഒരു കൊമ്പനായിരുന്നു. അവന് തറയിൽ കിടന്നാൽ എഴുന്നേൽക്കാൻ പ്രയാസമാണ്. വാതത്തിൻ്റെ ഉപദ്രവവും ഉണ്ട്. അതുകൊണ്ട് രാത്രി മുഴുവൻ നിന്നുറങ്ങും. ഒരു ദിവസം കിഴക്കുഭാഗത്തു നിന്ന് ഒരു മുയൽക്കുട്ടൻ രാത്രിയിൽ തുള്ളിക്കളിച്ചു വന്നപ്പോൾ കൊമ്പനമ്മാവനെ കണ്ടു. അവന് കൊമ്പനമ്മാവൻ്റെ തുമ്പിക്കൈയിൽ ഒന്ന് തൊട്ടു നോക്കണം എന്ന് മോഹം തോന്നി. ആനയുടെ തുമ്പിക്കൈ നിറയെ സ്നേഹമാണ്. ലോകത്തിലെ എല്ലാം തൊട്ടുനോക്കി അവൻ ആ സ്നേഹം കൊടുക്കും. മുയൽക്കുട്ടന് തുമ്പിക്കൈ തൊട്ടുനോക്കിയപ്പോൾ അതിൽ ഒന്ന് ഉമ്മ വയ്ക്കണമെന്ന് തോന്നി. അത്രയും മൃദുവായ ഒന്നിനെയും കൊമ്പനമ്മാവനും തൊട്ടിരുന്നില്ല. കൊമ്പൻ ചോദിച്ചു, നീ ഏതാ കുഞ്ഞുമോനെ? മുയൽ പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ ഏറ്റവും ചെറിയ മുയൽക്കുട്ടിയാണ്. നീ എന്തിനാണ് എൻ്റെ തുമ്പിക്കൈയിൽ ഉമ്മ വെച്ചത്? ഞാൻ ഉമ്മ വെച്ചെന്ന് കൊമ്പനമ്മാവൻ എങ്ങനെ അറിഞ്ഞു? നീ ഉമ്മ വെച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു കുളിരു കോരി. അതാണ് നീ ഉമ്മ വെച്ചതെന്താണെന്ന് ചോദിച്ചത്. മുയൽക്കുട്ടൻ പറഞ്ഞു, കൊമ്പനമ്മാവന് എങ്ങനെയാണോ തുമ്പിക്കൈ, അതുപോലെയാണ് എനിക്ക് മൂക്കിൻ്റെ 2 വശത്തുമുള്ള നീണ്ടുവെളുത്ത മീശകൾ. തുമ്പിക്കൈയിൽ തൊട്ടപ്പോഴാണ് മാമൻ സ്നേഹത്തിൻ്റെ വലിയൊരു ചുമടാണെന്ന് അറിഞ്ഞത്. അതാണ് ഒരു ഉമ്മ തന്നത്. കുഞ്ഞുമോനെ, നമ്മൾ ഈ കാട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടും നിന്നെപ്പോലെ ഓമനത്തമുള്ളവർ ഈ കാട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊമ്പനമ്മാവൻ പുള്ളിമാനിനെ തൊട്ടു നോക്കിയിട്ടുണ്ടോ? മെഴുമെഴാന്നിരിക്കും. എൻ്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ
പുള്ളിമാനിൻ്റെ സ്നേഹം തേൻ തുള്ളി പോലെയാണ്. മാമന് ഇഷ്ടമാണെങ്കിൽ ഞാൻ വിളിച്ചു കൊണ്ടുവരാം. അങ്ങനെ വലിയ ഒരു കൂട്ടം പുള്ളിമാനുകളെ മുയൽക്കുട്ടൻ കൂട്ടിക്കൊണ്ടുവന്നു. ആന പേടിപ്പിക്കാതെ തുമ്പിക്കൈ താഴ്ത്തിയിട്ട് വെറുതെ നിന്നു. പിന്നെ കെട്ടിപ്പിടിക്കാൻ കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു ജീവിതകാലം പോയി, സ്നേഹം എന്തെന്നറിയാതെ. പാഠത്തിൻ്റെ ഇതുവരെയുള്ള ആശയം നോക്കാം. ഉറങ്ങാൻ കിടക്കുകയാണ് ഉണ്ണിമായ. രാത്രിയിൽ എപ്പോഴോ തുറന്ന ജനലിലൂടെ ഒരു മയിൽപ്പീലി പാറിപ്പറന്ന് ഉണ്ണിമായയുടെ അടുത്തെത്തുന്നു. ഉറങ്ങാതെ കിടന്ന അവളുടെ നെറുകയിൽ അത് ഒന്ന് സ്പർശിച്ചു. സ്പർശിക്കുക, തൊടുക. ഉണ്ണിമായയ്ക്ക് ഉറങ്ങാൻ ഒരു കഥ പറഞ്ഞു തരാം എന്ന് ആരോ കാതിൽ മന്ത്രിച്ചതുപോലെ അവൾക്ക് തോന്നി. അവൾ പ്രത്യാശയോടെ, പ്രത്യാശയെന്നാൽ അതിയായ ആശ, അതിയായ ആഗ്രഹം, മയിൽപ്പീലിയെ നോക്കി. മയിൽപ്പീലി കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു കാട്ടിൽ കാടിനെ പലതായി ഭാഗിച്ച് പലതരത്തിലുള്ള മൃഗങ്ങൾ താമസിച്ചിരുന്നു. ഓരോ ജാതി മൃഗത്തിനും ഓരോ ദിക്ക്. കാടിൻ്റെ നടുവിൽ സൗഹൃദം എന്ന തടാകം ഉണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും ആ തടാകത്തിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. ആനകളുടെ രാജാവ് ഒരു വലിയ കൊമ്പനായിരുന്നു. തറയിൽ കിടന്നാൽ എഴുന്നേൽക്കാൻ പ്രയാസമായതുകൊണ്ട് അവൻ രാത്രി മുഴുവൻ നിന്നുറങ്ങും. ഒരു ദിവസം കിഴക്കുഭാഗത്തു നിന്ന് ഒരു മുയൽക്കുട്ടൻ രാത്രിയിൽ തുള്ളിക്കളിച്ചു വന്നപ്പോൾ ആനയെ കണ്ടു. കൊമ്പനമ്മാവൻ്റെ തുമ്പിക്കൈയിൽ തൊട്ടുനോക്കാൻ അവനു മോഹം തോന്നി. മുയൽക്കുട്ടൻ തുമ്പിക്കൈയിൽ തൊട്ടുനോക്കി, ഉമ്മ വയ്ക്കുകയും ചെയ്തു. നീ എന്തിനാണ് തുമ്പിക്കൈയിൽ ഉമ്മ വെച്ചതെന്ന് ആന ചോദിക്കുന്നു. താൻ ഉമ്മ വെച്ചത് എങ്ങനെ അറിഞ്ഞുവെന്ന് മുയൽക്കുട്ടൻ തിരിച്ചു ചോദിക്കുന്നു. തുമ്പിക്കൈയിൽ തൊട്ടപ്പോഴാണ് മാമൻ സ്നേഹത്തിൻ്റെ വലിയൊരു ചുമടാണെന്നറിഞ്ഞത്. അതാണ് ഒരു ഉമ്മ തന്നത് എന്നാണ് മുയൽക്കുട്ടൻ പറഞ്ഞത്. എന്താണ് ഈ വരികളുടെ ആശയം? വലുപ്പമുള്ള ആനയെ ഭയത്തോടെയാണ് അത്ര നാളും മുയൽ കണ്ടിരുന്നത്. ഉപദ്രവിക്കുമോ എന്ന പേടിയോടെയാണ് തൊട്ടു നോക്കുന്നതും. തുമ്പിക്കൈയിൽ തൊട്ടപ്പോഴാണ് ആന സ്നേഹത്തിൻ്റെ വലിയൊരു ചുമടാണെന്ന് മുയൽക്കുട്ടൻ മനസ്സിലാക്കിയത്. ആനയുടെ തുമ്പിക്കൈ മാത്രമല്ല, ദേഹം നിറയെ സ്നേഹമാണെന്ന് മുയൽ അറിയുന്നു. അതുകൊണ്ടാണ് മാമൻ സ്നേഹത്തിൻ്റെ വലിയൊരു ചുമടാണെന്ന് മുയൽക്കുട്ടൻ പറയുന്നത്. നിന്നെപ്പോലെ ഓമനത്വമുള്ളവർ ഈ കാട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് കൊമ്പനമ്മാവൻ പറഞ്ഞു. അപ്പോൾ മുയൽ പറയുകയാണ്, എൻ്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ പുള്ളിമാനിൻ്റെ സ്നേഹം തേൻ തുള്ളി പോലെയാണ്. പുള്ളിമാനുകളെ പരിചയപ്പെടണമെന്ന് ആനയ്ക്ക് തോന്നി. മുയൽക്കുട്ടൻ പുള്ളിമാനുകളെ കൂട്ടി വന്നു. ആന പേടിപ്പിക്കാതെ തുമ്പിക്കൈ താഴ്ത്തി നിന്നു. പിന്നെ കെട്ടിപ്പിടിക്കാൻ കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു ജീവിതകാലം പോയി, സ്നേഹം എന്തെന്നറിയാതെ. എന്തുകൊണ്ടാവാം ആന അങ്ങനെ പറഞ്ഞത്? തൻ്റെ ഉള്ളിലും സ്നേഹമുണ്ടെന്നും മറ്റുള്ളവർ തന്നെ സ്നേഹിക്കുന്നുവെന്നും തിരിച്ചറിയുമ്പോൾ ഇത്രയും നാളും ആരെയും സ്നേഹിക്കാതെയും സ്നേഹിക്കപ്പെടാതെയും കഴിഞ്ഞുപോയ കാലമോർത്ത് ആന ദുഃഖിക്കുകയാണിവിടെ. പാഠത്തിൻ്റെ ഇതുവരെയുള്ള ആശയങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും കഥാഭാഗം നന്നായി വായിച്ചു നോക്കുക. ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.